ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. സാന്തോം കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്നും നമ്മൾ പോകുന്നത് മറീന ബീച്ചിലേക്കാണ്. ചെന്നൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് മറീന ബീച്ച്. നല്ല തിരക്കുള്ള സമയത്താണ് നമ്മൾ മറീന ബീച്ച് കാണാൻ പോകുന്നത്. സൂര്യാസ്തമയം കാണാൻ ബീച്ചിലെത്തണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും നമ്മൾ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത് തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന MGRന്റെയും ജയലളിതയുടെയും സമാധി കവാടത്തിന് മുൻപിലേക്കാണ്. അവിടെ തന്നെ രണ്ടുപേരുടെയും സ്വർണ്ണ നിറത്തിലുള്ള പ്രതിമകൾ കാണാം. ഒരുപാട് ആളുകൾ നല്ല തിരക്കാണെങ്കിലും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ശ്രീ MGRന്റെ സ്മൃതി മണ്ഡപത്തിലേക്കാണ്. MGR എന്ന പേരിൽ പ്രശസ്തനായ മരത്തൂർ ഗോപാല രാമചന്ദ്രൻ പുരട്ചി തലൈവർ എന്നും അറിയപ്പെട്ടിരുന്നു. തമിഴ് സിനിമയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളും 1977 മുതൽ തന്റെ മരണം വരെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുമായിരുന്നു. 1988 ഭാരതരത്നം ലഭിച്ചത് അദ്ദേഹത്തിനായിരുന്നു. ശ്രീലങ്കയിലെ കാൻഡിക്കടുത്തുള്ള നാവലപീതിയ എന്ന സ്ഥലത്ത് മരത്തൂർ ഗോപാലമേനോന്റെയും സത്യഭാമയുടെയും മകനായി MGR ജനിച്ചു. പാലക്കാടിനടുത്ത് വടവന്നൂരുള്ള ഒരു നായർ കുടുംബത്തിൽ നിന്നായിരുന്നു MGRന്റെ മുത്തച്ഛൻ ശ്രീലങ്കയിലേക്ക് താമസം മാറിയത്. പിതാവിന്റെ മരണശേഷം കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം MGRന് തുടർന്ന് പഠിക്കാനായില്ല. ഒറിജിനൽ ബോയ്സ് എന്ന നാടക സംഘത്തിൽ MGR ചേർന്നു. ഇത് പിൽക്കാലത്തെ അഭിനയത്തിന് അദ്ദേഹത്തെ സഹായിച്ചു. 1987 ഡിസംബർ 24 താമസിച്ചിരുന്ന ചെന്നൈയിലെ റാവൽഗഡ് ഗാർഡൻ വീട്ടിലാണ് MGR അന്തരിച്ചത്. അദ്ദേഹത്തിന് 6 വർഷങ്ങളായി കിഡ്നി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ട് ജനങ്ങൾ റോഡിലിറങ്ങി. രാജ്യമാകെ അവരുടെ MGR അണ്ണയോട് ആദരവോടെ വിട പറഞ്ഞു. MGRന്റെ സമാധിക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ശ്രീ ജയലളിതയുടെ സമാധിയുള്ളത്. AADMKയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ജയലളിത. പുരട്ചി തലൈവി എന്നും അമ്മ എന്നും പാർട്ടി പ്രവർത്തകർ ജയലളിതയെ വിളിക്കാറുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തമിഴ് ചലച്ചിത്ര രംഗത്തെ ഒരു അഭിനേത്രി കൂടിയായിരുന്നു ജയലളിത. 1984 മുതൽ 89 കാലഘട്ടത്തിൽ ജയലളിത തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. MGRന്റെ മരണശേഷം പാർട്ടിയിലെ അനിഷേധ്യ ശക്തിയായി അവർ മാറി. ജാനകി രാമചന്ദ്രന് ശേഷം തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അവർ അധികാരമേറ്റെടുത്തു. മൂന്ന് ദശാബ്ദക്കാലത്തോളം തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന ജയലളിത 68-ാം വയസ്സിലാണ് അന്തരിച്ചത്. പനിയും നിർജ്ജലീകരണവും മൂലം 2016 സെപ്റ്റംബർ 22 ആശുപത്രിയിൽ പ്രവേശിച്ച ജയയുടെ രോഗവിവരം ആശുപത്രി പുറത്തുവിട്ടിരുന്നില്ല. 2016 ഡിസംബർ 6 ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് മറീന ബീച്ചിൽ MGR സ്മാരകത്തോട് ചേർന്ന് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. പിന്നീട് ഞങ്ങൾ കുറച്ചുനേരം കടൽ തീരത്തോട് നടന്നു. ചെന്നൈയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനായ മറീന ബീച്ചിനെ പറ്റി പറഞ്ഞാൽ തെക്ക് സെന്റ് ജോർജ് കോട്ടയ്ക്കടുത്ത് നിന്നാണ് മറീന ബീച്ച് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ബസന്ത് നഗർ വരെ 12 കിലോമീറ്റർ നീളത്തിൽ ബീച്ച് നീണ്ടു കിടക്കുന്നു. ലോകത്തിലെ നഗരങ്ങളിലെ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ചാണ് മറീന ബീച്ച്. ഏറ്റവും നീളം കൂടിയ ബീച്ച് കാലിഫോർണിയയിലെ ഓഷ്യൻ ബീച്ചാണ്. ഈ ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ തീരത്തുള്ള പ്രശസ്തരുടെ പ്രതിമകളാണ്. ഇന്ത്യൻ പ്രതിഭകളായ മഹാത്മാഗാന്ധി, കണ്ണകി, തിരുവള്ളുവർ എന്നിവരുടെയും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രികളായ MG രാമചന്ദ്രൻ, CN അണ്ണാദുരൈ, ജയലളിത, M കരുണാനിധി എന്നിവരുടെ സ്മരണാസ്തംഭങ്ങളും ഈ ബീച്ചിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്ത കാലത്തായി പ്രശസ്ത നടനായ ശിവാജി ഗണേശന്റെയും ഒരു പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി. രാത്രി പോലീസ് പട്രോളിംഗ് നടക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ അത്യാവശ്യം കടൽ തിരമാലകൾ ശക്തമാണ്. അതുകൊണ്ട് ഒരുപാട് നേരം കടലിലിറങ്ങാൻ ഇവർ സമ്മതിക്കില്ല. കൂടാതെ ചോളം, പൊട്ടറ്റോ ചിപ്സ്, ലൈവ് ഫിഷ് ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന കടകളും ഇവിടെയുണ്ട്. എല്ലാവരും മേടിക്കുന്നത് കണ്ട് ഒരു കൗതുകത്തിന് ഞങ്ങളും ഒരു ഫിഷ് ഫ്രൈ മേടിച്ചു കഴിച്ചു.
ഫിഷ് ഫ്രൈ വന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ വയറ്റിലേക്കും യാത്രയായി. മറീന ബീച്ചിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.